ഒരു 80-90% ആൾക്കാർ OPD വരുന്ന പേഷ്യൻസിന് മിക്കവർക്കും സഫർ ചെയ്യുന്ന കണ്ടീഷനാണ് അലർജിക് റൈനൈറ്റിസ്. എന്തൊക്കെയാണ് അലർജിക് റൈനൈറ്റിസിൻ്റെ ലക്ഷണങ്ങൾ? ആദ്യമായിട്ട് വിട്ടുമാറാത്ത തുമ്മൽ, മൂക്കൊലിപ്പ്, തൊണ്ട ചൊറിച്ചിൽ, തൊണ്ടവേദന, ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറാത്ത മൂക്കടപ്പ്, കണ്ണിലെ ചൊറിച്ചിൽ, കണ്ണിന് വെള്ളം വരുന്നത്, ഇതൊക്കെയാണ് യൂഷ്വലി അലർജിക് റൈനൈറ്റിസ് കാണുന്ന ലക്ഷണങ്ങൾ. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതിനായിട്ട് നമുക്ക് സ്പെസിഫിക് ടെസ്റ്റുകളുണ്ട്. ഒന്ന്, ബ്ലഡായിട്ട് നമ്മൾ നോക്കുമ്പം ആബ്സല്യൂട്ട് ഇസ്നോഫിൽ കൗണ്ട്, ടോട്ടൽ IG, ഇത് രണ്ടും അലർജി സംബന്ധമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകളാണ്. യൂഷ്വലി അലർജി ഉള്ള ആൾക്കാർക്ക് ഇതിൽ കൂടുതൽ എലിവേറ്റഡ് ആയിട്ട് ഇത് രണ്ടും നമ്മൾ കാണുന്നത്. വേറെ ടെസ്റ്റ് ചെയ്യാമെന്ന് നമ്മൾ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് പറഞ്ഞ ടെസ്റ്റ്, അതാണ് നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. അതായത് ഈ തുമ്മലും മൂക്കൊലിപ്പും വിട്ടുമാറാത്തുള്ള കാരണം എങ്ങനെ കണ്ടുപിടിക്കുക, അതാണ് നമ്മൾ ഈ സ്കിൻ പ്രിക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉള്ളത്. അതാണ് മോസ്റ്റ് സ്പെസിഫിക് ടെസ്റ്റ് നമ്മൾ പറയുന്നത് റൈനൈറ്റിസിനുള്ളത്. ചിലർക്കൊക്കെ തുമ്മലിൻ്റെ ഒപ്പം സൈനസൈറ്റിസും കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ്റേ എടുക്കാറുണ്ട് സൈനസിൻ്റെ എന്തോ ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ റൂൾ ഔട്ട് ചെയ്യാനായിട്ട്. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മൾ CT സ്കാനും എടുക്കാറുണ്ട് നമ്മുടെ സൈനസിൻ്റെ. അലർജിക് റൈനൈറ്റിസിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യാം? ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പലതും ഉണ്ട്. ആദ്യമേ നമ്മൾ നോക്കിയിട്ട് ഫസ്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ പറയുന്ന ആൻറ്റിഹിസ്റ്റമിൻസ്, ഓറൽ ടാബ്ലറ്റ്സ് നമ്മൾ കൊടുക്കും. അതിനുള്ളിൽ കൺട്രോൾ ചെയ്യില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേസൽ സ്പ്രേസ് തുടങ്ങും. കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള നമുക്കാണ് അലർജിൻ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അത് 2 ഫോമിലുണ്ട്. ഒന്ന് സബ്ലിംഗ്വലും ഒന്ന് സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷനുമായിട്ടും ഉണ്ട്.